ഈ അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചതാണ്, അയാളുടെ കുടുംബത്തിൽ സർപ്പദോഷമുണ്ട്. അവിടെ പണ്ടൊരു കാവുണ്ടായിരുന്നത് വെട്ടിത്തെളിച്ച് അവരുടെ പൂർവികർ വസ്തുവാക്കി മാറ്റി, അതുകൊണ്ട് വലിയ ദോഷമാണ്. അതുകൊണ്ട് തന്നെ പുതിയ സർപ്പക്കാവ് ഉണ്ടാക്കണമെന്ന് ഒരു ജ്യോതിഷം പറഞ്ഞു. അവർക്കാണെങ്കിൽ നിലവിൽ അത്രത്തോളം വസ്തുവകകളൊന്നും ഇല്ല. ഈ സർപ്പക്കാവ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ദോഷം കൂടി വരുമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വളരെ ഭയത്തിലാണ്. എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർപ്പദോഷങ്ങൾക്ക് ഉചിതമായ പ്രതിവിധികൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിന് ജ്യോതിഷ വഴിക്കും താന്ത്രിക വഴിക്കും ഒക്കെ ഉള്ള പരിഹാരങ്ങൾ കാണാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ പ്രസ്തുതമായിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇനി ഒരു സർപ്പക്കാവ് സൃഷ്ടിക്കണോ അല്ലെങ്കിൽ ഒരു കാവ് സൃഷ്ടിക്കണോ എന്നുള്ള കാര്യമാണ്. നിങ്ങളുടെ പക്കല് കുറഞ്ഞതായിട്ടുള്ള ഒരു സ്ഥലമുണ്ടെങ്കിലും അവിടെ ഒരു കാവിന്റെ ആവാസ വ്യവസ്ഥിതി നമുക്ക് ഉണ്ടാക്കാം. മിയാവാക്കി എന്നറിയപ്പെടുന്ന ചെറു കാടുകൾ നിർമ്മിക്കുന്ന സംഘടനകളുണ്ട്. അവരെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 3.5 സെന്റ് 4 സെന്റ് സ്ഥലത്തിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാട് അവര് സൃഷ്ടിച്ചു തരും. അതിനുള്ള മാർഗനിർദ്ദേശം തരും. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനൊന്നും സൗകര്യം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ യഥാവിധി സർപ്പപൂജകളും മറ്റും ചെയ്താൽ മതി. അല്ലാതെ ഇപ്പം വീണ്ടും പഴയ കാവ് സമ്പ്രദായമൊക്കെ കൊണ്ടുവരും. നിങ്ങൾ ഇപ്പം അങ്ങനെയൊക്കെ കൊണ്ട് ചെയ്യും. പക്ഷെ നിങ്ങളുടെ അടുത്ത തലമുറ വീണ്ടും അത് വെട്ടി നശിപ്പിക്കുന്ന ഒരു പ്രകൃതത്തിലേക്ക് പോയാൽ വീണ്ടും അതിന്റെ ദോഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരു കാര്യം സംഭവിച്ചു പോയി. അപ്പോൾ അങ്ങനെ ഒരു പാപത്വം ഉണ്ടായി. ഇനി അത് വീണ്ടും ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.